നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി എക്സാംസ് എഴുതുന്ന എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൽ പി, എൽ ജി എസ്, സി പി ഒ, എൽ ഡി സി തുടങ്ങിയ എല്ലാ പി എസ് സി എക്സാംസിനും നമുക്ക് പഠിക്കേണ്ട ജി കെ അതുപോലെ പ്ലസ് കറണ്ട് അഫെയറും അടങ്ങിയ ഒരു കണ്ടൻറ്റാണ്. 100ലധികം ക്വസ്റ്റ്യൻസ് വരുന്ന കണ്ടൻറ്റാണിത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്നാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പി വത്സല. അവരുടെ നെല്ല് എന്നത് ഓർത്തിരിക്കുക. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ആൻസർ 15ാം നിയമസഭ. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 22 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആൻസർ EOS 04. 22 EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം. താഴെയുള്ള കുട്ടികൾക്ക് താലോലം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഇവിടെ എൻ്റെ ആൻസർ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ പോകാം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരം. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ഗോത്ര പഞ്ചായത്ത് ഏതാണ്? 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ നൂൽപ്പുഴ പഞ്ചായത്ത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. അടുത്തത്: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ആൻസർ ലൂണിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ ഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണിക്കരൺ. ഈയിടെ ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഭൗമതാപോർജ നിലയത്തെക്കുറിച്ച് ചോദ്യമുണ്ടല്ലേ? അതൊരു പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫാക്ട് അറിയാമെങ്കിൽ നമുക്കത് ശരിയാക്കാൻ പറ്റും. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ പഠിക്കാൻ നമ്മൾ ഇത്ര ഫാക്റ്റുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ: ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ എന്താണ്? അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരം. ശ്രീജ എന്നോർത്തിരിക്കുക. സോജില ചുരം. ശ്രീക്കകത്താണ് ജ വന്നേക്കുന്നത്. സോജില ചുരം. ശ്രീനഗർ കാർഗിൽ. നെക്സ്റ്റ് വൺ: ജൂൺ മുതൽ നവംബർ വരെ
കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഏതാണ്? ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകളാണ്. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത, സാദിയ ടു ദുബ്രി ജലപാത ഏതാണ്? NW2 ആണ്. NW2 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? ആൻസർ എന്താണ്? 46 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 46 ഡിസംബർ 9 എന്ന് ഓർക്കുക. 46 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായി തിരഞ്ഞെടുക്കുക. നോക്കാം. ആൻസർ പ്രസ്താവന 1, 2, 3 എന്താണ്? ശരിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. പിന്നെയോ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് പേരൻ്റാണ്, ഇത് രാഷ്ട്രവുമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? 14 അവാർഡ് നോക്കുക. ആൻസർ എന്താണ്? മലാല യൂസഫ്സായ് അല്ലേ? 17കാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഏതാണിത്? മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചിട്ടുള്ളത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A അല്ലേ? ഭാഗം 4A ഇങ്ങനെയൊക്കെ കാണും അല്ലേ? അതിന് മനസ്സിലാവുള്ളൂ. 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? അത് ആൻസർ 42 അല്ലേ? 42. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇവിടെയുണ്ടോ? ഇല്ല അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? വന്ദേ മാതരം ആൻസർ എന്താണ്? ആനന്ദമഠം അല്ലേ? വന്ദേ മാതരം ആനന്ദമഠം. നെക്സ്റ്റ് വൺ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ഭരണഘടനാ വ്യവസ്ഥ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വ്യവസ്ഥ ഏതാണ്? അയിത്ത് നിർമ്മാർജ്ജനം അല്ലേ? ആർട്ടിക്കിൾ 17 എന്നൊക്കെ പറയില്ലേ? അയിത്ത് നിർമ്മാർജ്ജനം, ഇല്ലായ്മ അല്ലേ? അയിത്തത്തെ ഓടിക്കുക. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഏത് അയിത്ത് നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ആ ഭേദഗതി അല്ലേ? ആ നിർമ്മാണ സഭയിൽ ഭരണഘടനാ വ്യവസ്ഥ അംഗീകരിച്ചത്. മഹാത്മാഗാന്ധി കി ജയ്, അയിത്ത് നിർമ്മാർജ്ജനം ഓർക്കാമല്ലോ. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണത്? മലയാളിയാണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ചോദിച്ചേക്കുന്നത്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. മറ്റേ ആൻസർ ഉണ്ട് അവിടെ അല്ലേ? തെറ്റുണ്ട. ജസ്റ്റിസ് KG മലയാളി, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. നെക്സ്റ്റ്, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാണത്? 2005. പ്രാചീന നെക്സ്റ്റ് വൺ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ എന്താണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ അല്ലേ? ചാച്ചയൊക്കെ ഓർത്തിരിക്കുക. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം ആരാണത്? അയ്യങ്കാളി. കല്ലുമാല സമരം അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 36 ഇലക്ട്രിസിറ്റി സമരം എവിടെയായിരുന്നു? ആൻസർ എന്താണ്? തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1988 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. 1988 ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? 88 പ്രത്യേകം ഓർക്കുക, ഏതാണ്? അരുവിപ്പുറം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായ മേഖല ഏതായിരുന്നു? ഏത് മേഖലയാണ് ശരിക്കും അവർ ഭരിച്ചിട്ടുള്ളതാണ്? മലബാർ മേഖലയാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂരാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മനത്ത് പത്മനാഭൻ. ടു TVM ആണ് അദ്ദേഹം സവർണജാഥ നയിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് ഏതാണ്? ചാനാർ ലഹള അല്ലേ? 1859 ചാനാർ ലഹള. അവിടെ ആരെ കൂടി ഓർക്കാം? വൈകുണ്ഠ സ്വാമിയെ കൂടി വെറുതെ ഓർത്ത് വെച്ചാൽ. നെക്സ്റ്റ് വൺ, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു? കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു? ഇവിടെ അതില്ല കേട്ടോ, അതും പോട്ടെ. 1912 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ 12 കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. നമ്മളിതിങ്ങനെ പഠിക്കുമ്പോൾ അല്ലേ, കുറിച്യ കലാപം എന്നാണ് 1912 രാമനമ്പിയാണെന്നും കൂടി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ഓരോ ഫാക്റ്റുകൾ വരുമ്പോൾ നമുക്കത് ഓർത്തെഴുതാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ ഗുണം അത് തന്നെയാണ്. നെക്സ്റ്റ്, സിമ്പിൾ മീൻസ് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഒറ്റ വാക്കിൽ പറയുന്നത്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയിലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയിലാണുള്ളത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ ഇവിടുത്തെ കബനി നദി അല്ലേ? ഇപ്പോൾ കബനി നദി എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? വയനാടിൻ്റെ അങ്ങേ ഭാഗം അല്ലേ വരുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ചൂരൽമല എന്ന ഭാഗമൊക്കെ, ഞാനും അവിടെ മേപ്പാടിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. കുറച്ച് നാൾ, ഒരു 3-4 വർഷമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും പഠിപ്പിക്കൽ തന്നെയായിട്ട്. ചൂരൽമലയ്ക്ക് പോയിട്ടില്ല, വടുവഞ്ചാലാണ് പോയിട്ടുള്ളത്. ഓക്കെ, മേപ്പാടി മച്ചിങ്ങൽ അപ്പാർട്ട്മെൻറ്റിന് അടുത്താണ് ചൂരൽമല. അതായത് ഞാൻ താമസിച്ചതിന് അടുത്താണ് ചൂരൽമല. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആൻസർ ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഓക്കെ അല്ലേ? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ആരാണ്? ആൻസർ അഞ്ജു ബേബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകരയുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ
ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ശുദ്ധജലം ശാസ്താംകോട്ട കേട്ടോ. ശുദ്ധജലം ശാസ്താംകോട്ട. തെറ്റിപ്പോവണ്ട, ബാക്കി കാണുമ്പോൾ തെറ്റാം അല്ലേ. അത് കറക്റ്റ് അറിയാവുന്നവർക്കല്ല, കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഷായൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. ഇനി കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ എന്താണ്? 56 നവംബർ 1. 56 നവംബർ 1 ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അദ്ദേഹം? ബാലഗംഗാധര തിലകൻ അല്ലേ. ബാലനാണത്. അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബാലനാണെന്ന് പറയാം. ബാലഗംഗാധര തിലകൻ അല്ലേ. എപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ബാലകരല്ലേ. അതാണ് ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ്. ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഇനി 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലൂടെയാണ്? 18 ചോദ്യമാണ്. 18ാമത്തെ സമയം തൊഴിലാളികൾ എന്ന് ഓർക്കുക. 18 തൊഴിലാളികൾ സത്യാഗ്രഹം ഏതാണ്? ആൻസർ എന്താണ്? അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം അല്ലേ. 18 തൊഴിലാളികൾ എന്നുകൊണ്ട് നമുക്കിവിടെ. അപ്പോൾ അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾ. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, രാജ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ രാജ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ രാജ് ബിഹാരി ബോസ്. നെക്സ്റ്റ് വൺ, തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം ബംഗാളിലാണ്. തേഭാഗ സമരം ബംഗാളിലാണ് നടന്നത്. തേഭാഗ സമരം ബംഗാളിലാണ് നടന്നത്. നെക്സ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇവിടെ ഗ പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ബീഹാറും ബംഗാളും കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി അല്ലേ. ബംഗാൾ എന്നുള്ളത് തേഭാഗ, ബംഗാളും കൂടി ഓർത്തിരിക്കാനാണ് അങ്ങനെ ഒരു വട്ടം ഇവിടെ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം, ആരംഭിച്ച ദിനപത്രം ഏതാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? സംവാദ് കൗമുദി. നെക്സ്റ്റ് വൺ, കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഏത് സമ്മേളനമാണത്? 1929 ലാഹോർ സമ്മേളനം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. പട്ടേൽ, നെഹ്റു, VP മേനോൻ നോക്കുക. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 നിർദ്ദേശിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ. റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ അവിടെ തന്നെ വരുന്നു. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരറിയപ്പെടുന്നു? ടെറ്റനി എന്നാണ് പറയുക. എന്താണത്? ടെറ്റനി. നെക്സ്റ്റ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വൈറ്റമിൻ കെ ആണ്. കട്ട പിടിക്കാൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ എംഫീസിമ. കേരള സർക്കാർ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃത സഞ്ജീവിനി.
തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏതാണ്? അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ഡാഷൊക്കെയാണ്. ആരാണിത്? പ്രാഥമിക ഉപഭോക്താക്കൾ ചോദിച്ചേക്കുന്നത് അല്ലേ? ആരാണിത്? സസ്യഭുക്കുകൾ. പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യം കഴിക്കുന്നവർ, സസ്യഭുക്കാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. എന്നാണത്? മെയ് 22. നെക്സ്റ്റ് വൺ, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. ഏതാണത്? അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകത്തിൽ നിന്നാണ് അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമിക തന്മാത്ര ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഹീലിയം. ഏക ആറ്റോമിക ഹീലിയം. ഇത് Cl2F2 Fl2 അല്ലേ വരുന്നത്? H2O ഇത്. ഇനി ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ആൻസർ എന്താണ്? നൈട്രജൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകം പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. ഇനി പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എന്താണ്? 30 ഡിഗ്രി തന്നെയാണ്. നെക്സ്റ്റ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? LPG. നെക്സ്റ്റ് വൺ, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനം. ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 7.5 ഡിഗ്രി. 7.5 ഡിഗ്രി. നോക്കാം. ഒരു കലണ്ടറിൽ ഒരു തീയതിയും അടുത്ത തീയതിയും അതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യ ദിവസം ഈ മാസത്തെ ദിവസമാണ് ചോദ്യമുണ്ട്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, 1 + ½ + 1/4 + 1/8 + 1/16 + 1/32 = എത്രയാണ്? സി കേട്ടോ. A6⁻21ൻ്റെ 1ൻ്റെ സ്ഥാനത്തെ അക്കം ഓപ്ഷൻ എ. അടുത്തതോട് പറയാം. കഴിഞ്ഞു. 85 എന്ന് പറയുമ്പോൾ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 77/2022 ആണ്. നോക്കാം. 77/2022 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. നല്ല ക്വസ്റ്റ്യൻസ്, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, വേഗം പഠിക്കാൻ പറ്റുന്നവയാണ്. നോക്കാം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബായിരുന്നു. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1, 3 ശരിയാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. പിന്നുള്ളത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് അല്ലേ? HBക്കകത്ത മൂലകമാണ് ഇരുമ്പ്. Fe എന്ന് പറഞ്ഞ സാധനം. രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ്സ്, അണുരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ 3. നെക്സ്റ്റ് വൺ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായികയിനെ ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായികയിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? ക്രിക്കറ്റാണ്. യശ്പാൽ ശർമ്മ ക്രിക്കറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്?
മണിപ്പൂരാണ് സംസ്ഥാനം. ട്രാൻസ്ജെൻഡർ ടീം അല്ലേ, ഫുട്ബോളിൻ്റേത് മണിപ്പൂർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 എന്ന് പറയും. നെക്സ്റ്റ് വൺ, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ആൻസർ ഇതാണ്, KV റാബിയ. KV റാബോ 22, 23, 21 ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ 22 പഠിച്ചു വെച്ചേക്കാം. KV റാബിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത്, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. 67ാമത് ദേശീയ ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ദേശീയമാണ്. മികച്ച ഫിലിം ഏതാണ്? ആൻസർ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8:37. അക്ഷാംശം 8:37. ഓർത്തിരിക്കാം. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ഏതാണ്? ദ്രാസ് എന്ന് പറയുന്നു. ദ്രാസ് എന്നാണ് പറയുക. ലഡാക്ക് 2019 പുനഃസംഘടന നിയമം വന്നപ്പോൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ ലഡാക്കിന് പ്രാധാന്യം വന്നു. ദ്രാസ് തണുപ്പുള്ള വാസസ്ഥലം ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ശീതമരുഭൂമി ലഡാക്കാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? നേപ്പാളാണ്. ദേശീയ ജലപാത NW1 ബന്ധിപ്പിക്കുന്നത് ഏതിനെയാണ്? NW1 ബന്ധിപ്പിക്കുന്ന ഏതിനെയാണ്? അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയാണ് NW1. അലഹബാദ് ഹാൽഡിയാണ് NW1. ദേശീയ ജലപാത 1. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? നമുക്ക് കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ്? കർണാടക. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഏത് തരം കൽക്കരിയാണ്? ലിഗ്നൈറ്റ് ആണ്. നെയ്വേലി ലിഗ്നൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ജാറിയ അല്ലേ? ഈ ജായി എഴുതാറുണ്ട്. ജാറിയ. ഇനി ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? കൊങ്കൺ റെയിൽവേ എവിടെയാണ്? റോഹ മുതൽ മംഗലാപുരം വരെ. റോഹ ടു മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. റോഹ ടു മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായ തിരഞ്ഞെടുക്കുക. ആൻസർ ഇതാണ്. ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യായവാദത്തിന് അർഹമായതാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. മൗലിക അവകാശങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നോക്കാം. 3ഉം 4ഉം തുല്യമായ ജോലിക്ക്
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. മൗലിക കടമകളാണ് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം, പുരുഷന്മാർക്കും വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ഉൾപ്പെടാത്ത കാര്യങ്ങളില്ല. മറ്റേതൊക്കെ എവിടെ വരിക? മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഇവിടുത്തെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉൾപ്പെടാത്തവ. നെക്സ്റ്റ് ശരിയായ പ്രസ്താവന ഏതാണ്? സി ആണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആൻസർ ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് ഇല്ല. ബാക്കി നമുക്ക് വായിച്ചേക്കാം. 21A നമുക്കറിയാം ഇല്ലേ, 6-14 വരെ നമുക്കറിയാം. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ഏതൊക്കെയുണ്ടോ? 12 ഒക്ടോബർ 93 നിലവിൽ വന്നു. പിന്നെ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ, ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ദേശീയ പതാക എന്തൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ആൻസർ 1, 2, 4 തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള, താഴെ പച്ച. 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുക. ദേശീയഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ശരിയല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കാം. അല്ലാത്തവയാണ് ഇതൊരെണ്ണം. മൂന്നാമത്തേത് 4 അല്ലേ, ഇത് മാത്രം നോക്കിയാൽ മതി. ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ് നമുക്ക് വേണ്ടത്. ബാക്കിയൊക്കെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തവ. കറക്റ്റ് ഫാക്റ്റ് ഇതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? 2 വനിതകൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സുഷമ സിംഗ്, ദീപക് സന്ധു. സുഷമ സിംഗ്, ദീപക് സന്ധു ആണ് 2 വനിതകൾ. ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി നോക്കുക. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. MKSS എന്ന് പറയുമ്പോൾ ദസ്തൂർ കിസാൻ അല്ലേ, ശക്തി സംഘടൻ എന്നുള്ളതാണ്. സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതി റദ്ദാക്കൽ, മൗലിക അവകാശം. 4A ആണ് മൗലിക കടമകൾ. ഒക്കെ ഇപ്പോൾ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അല്ലേ. ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചത്. ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ്. ദേശീയ മുദ്രയായിട്ട് 26 ജനുവരി 1950. ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ് 26 ജനുവരി 1950. നെക്സ്റ്റ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ആൻസർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗുരു. സാരേ ജഹാം സേ അച്ഛ രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സേ അച്ഛ. സാരേ ജഹാം സേ അച്ഛ മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 29 നമുക്ക് ഓർമ്മ വരുന്നു അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ. 1ഉം 4ഉമാണ് വേണ്ടാത്തത്. വേണ്ടാത്തത് അല്ലേ, ബന്ധമില്ലാത്ത ശരിയായ ജോഡി അല്ല, ബന്ധമില്ലാത്ത ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1ഉം 4ഉമാണ് നമുക്കിവിടെ വേണ്ടാത്തത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.
1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രസ്ഥാനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി. എന്നായിരുന്നു? 28. ഈ ഇയർ പഠിക്കുമ്പോൾ നമുക്ക് കാലഗണന അല്ലേ, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കാലഗണനാക്രമത്തിൽ ക്രമപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവിടെ ഇയർ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല പ്രസ്താവനയിൽ. അപ്പോൾ ഇതുവഴി നമുക്ക് ഇയറും കൂടി പഠിച്ചു പോയാൽ പറ്റും, ക്വസ്റ്റ്യനും കൂടി പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 28 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവും ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നും ആനി ബസന്റ് ആൻഡ് സുഭാഷ് ചന്ദ്ര, ആനി ബസന്റും ബാലഗംഗാധര തിലകും. ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലക്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ് വരുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? 48 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ഏതാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇദ്ദേഹത്തെ പറ്റി ഈ 2024 71 ആ സംതിങ് ബാർ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പറ്റി പ്രസ്താവന ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗുണമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ഏതാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂർ. നെക്സ്റ്റ്, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മലബാർ കലാപവും ബന്ധമില്ലാത്ത ശരിയായ ജോഡി ഏതാണ്? മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 19 ഏപ്രിൽ 13 നടന്ന സംഭവം. രണ്ടും അല്ലേ, നോക്കാം, ഒന്ന് തന്നെ. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കല്ലുമാല സമരം ഏതാണിത്? അയ്യങ്കാളി അല്ലേ. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മനത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. വർഷം അറിയണം അല്ലേ. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വൈക്കം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബരം, പാലി സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, 48 പുന്നപ്രവയലാർ സമരം നടന്ന വർഷം ഏതാണ്? 46. പുന്നപ്രവയലാർ 46. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം രചിച്ചത് ആരാണ്? ആൻസർ എന്താണ്? VT ഭട്ടതിരിപ്പാടാണ് ആൻസർ. VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. വലിയ കായൽ വേമ്പനാട്ടുകായൽ കേട്ടോ. വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി. ആൻസർ എന്താണ്? ഏതൊക്കെ ശരിയായ ജോഡി? പാമ്പാറും ഭവാനി അല്ലേ. അപ്പോൾ നമ്മൾ കബനി ഒന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ പാമ്പാറും ഭവാനിയുമുണ്ട്. നെക്സ്റ്റ്, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച
വർഷം. പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1961 മാർച്ച് 12. ആദ്യത്തെ റെയിൽ പാത 861 മാർച്ച് 12. 861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൂർഗ് ബന്ധിപ്പിക്കുന്ന ചുരം. ആൻസർ ഏതാണ്? പേരമ്പാടി ചുരം. ഇതെവിടെയാണ്? വയനാടിൻ്റെ വടുവഞ്ചാൽ കഴിഞ്ഞു പോകുന്ന ഭാഗത്താണത്. പേരമ്പാടി ചുരം കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. വടുവഞ്ചാലിലേക്ക് മേപ്പാടി ടു വടുവഞ്ചാൽ പോകുമ്പോൾ അവിടെ എൻഡിങ്, ദെൻ അത് കഴിഞ്ഞ് അമ്പലവയലിലേക്ക് പോകുന്ന ടേണിംഗ് ആണ് കൂർഗിലേക്ക് പോവുക. അതാണ് പേരമ്പാടി ചുരം ഉണ്ടാവുക. കേരളത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. നെക്സ്റ്റ് വൺ, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ നദിയുടെ തീരത്താണ്? ആൻസർ എന്താണ്? ഭാരതപ്പുഴ അല്ലേ? തിരുനാവായ ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. യവനപ്രിയ ആരാണ്? യവനപ്രിയ എന്ന് പറയുമ്പം യവനപ്രിയ കുരുമുളകാണ് പ്രിയ. കുരുമുളകാണ് പ്രിയ. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സമ്പൂർണ്ണമായി അല്ലേ? സംക്ഷേപ വേദാർത്ഥം. സമ്പൂർണ്ണമായാണ് സംക്ഷേപ വേദാർത്ഥം. പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? പി ആർ ശ്രീജേഷ് ഏതാണ്? ഹോക്കി. വാരിയലിലെ ആകാസ്തികളുടെ എണ്ണം എത്രയാണ്? 24. ഹൃദയമിടിപ്പ് പറയുവാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യം നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണാണ്. ജീവകം സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കാർവി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? കോളറയാണ്. നെക്സ്റ്റ് വരുന്നത്, ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് ഏതാണ്? നൈട്രജൻ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട് അല്ലേ? കോഴിക്കോട് ഇപ്പോൾ സാഹിത്യ നഗരം എന്നൊക്കെ പറയുമ്പോൾ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്. സ്പൈസസും കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ആരംഭിച്ചത് ആരാണ്? അനിൽ അഗർവാൾ ആണ്. നെക്സ്റ്റ് വൺ, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതാരാണ്? ഇന്ദിരാഗാന്ധി. പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. തെറ്റിപ്പോലെ അടുത്ത ആൻസർ അവിടെ തന്നെയുണ്ട്. പ്രഖ്യാപിക്കുന്ന ആളാരാണ്? ഇന്ദിരാഗാന്ധി. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തതാണ്? ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത ഇവിടെ ഏതാണ്? ബോക്സൈറ്റ് അല്ലേ? അത് നമുക്കറിയാം ആരാണിത്. ഓക്കെ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ബിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക്കാണ്. സെക്കനാൻ ആൻറ്റിസെപ്റ്റിക്കാണ്. ഫിനോൾ ഡിസിൻഫാക്റ്റൻ്റ് ആണ്. 1ഉം 3ഉമാണ് ശരി ആയത്. 1 ബിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക്കാണ്. ബിത്തിയോണൽ ഇംഗ്ലീഷ് എഴുതാൻ മനസ്സിലാവുമായിരിക്കും. ബിത്തിയോണൽ. ദെൻ ഫീനോൾ ഡിസിൻഫാക്റ്റൻറ്റ്. ഫിനോളൊക്കെ നമുക്കറിയാം. ഫിനോൾ ഡിസിൻഫാക്റ്റൻ്റ് ആണ്. ഫിനോൾ ഡിസിൻഫാക്റ്റൻറ്റും ബിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക്കുമാണ്. നെക്സ്റ്റ് വൺ, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2n². ആധുനിക ആവർത്തന പട്ടികയെ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? മുഴുവൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂ. ഓപ്ഷൻ ബി ആണ് 3 and 2 and 4 അല്ലേ? ആധുനിക ആവർത്തന പട്ടികയിൽ ഉപജ്ഞാത മെൻ്റലീഫാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു.
നെക്സ്റ്റ് വൺ, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഇവ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? -3 ആണ് അല്ലേ? സയൻസ് ഇച്ചിരി കടുപ്പിക്കുന്നു. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? -3. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആരാണ്? സൂര്യൻ തന്നെയാണ്, സൺ നക്ഷത്രമാണ്. നെക്സ്റ്റ്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. താഴെ കൊടുത്തിട്ടുള്ള ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ അല്ലേ ചലിക്കുന്നതില്ല, അതാണ് ദോലന ചലനമല്ലാത്തത്. നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫാക്റ്റുകൾ മാത്രം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഫാക്റ്റുകൾ മാത്രം പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രസ്താവന രീതി എഴുതാനും സഹായകമാകും. ഓക്കെ, താങ്ക് യു. മേപ്പാടി ചൂരന്മാരെ എല്ലാവർക്കും വേണ്ടി പ്രേ ഫോർ. ഓക്കെ, താങ്ക് യു.